നിരണം ഭാഗത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിക്കുകയാണ് അധികൃതർ. നിതിൻ തോമസ് വിവരങ്ങളുമായി. നിതിൻ, പതിയെ വെള്ളം അവിടെ ഇറങ്ങുന്നതിന്റെ ലക്ഷണമാണ്. തിരുവല്ലയിലും അപ്പർ കുട്ടനാട്ടിലുമൊക്കെ വെള്ളം കയറുന്നത്. അപ്പോൾ ഒരു ക്യാമ്പുകളിൽ ഇപ്പോഴും ആളുകൾ അതേപോലെയുണ്ട്, വീടുകളിലേക്ക് മടങ്ങുന്നൊരു സ്ഥിതിയായിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ അവസ്ഥ? തിരുവല്ലയിലെ നിരണം ഭാഗങ്ങളിലൊക്കെ തന്നെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഈ വെള്ളക്കെട്ടിനുള്ളിലൂടെ ഇപ്പോൾ തിരുവല്ലയിൽ നിന്നും അധികൃതർ വിവിധ ക്യാമ്പുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുകയാണ്. അവരോടൊപ്പമാണ് നമ്മളുമുള്ളത്. ഈ ലോറിയിൽ നിറച്ചിരിക്കുന്ന സാധനങ്ങൾ, അരി, പച്ചക്കറി അതുപോലെയുള്ള സാധനങ്ങൾ ഈ ലോറിയിൽ നിറച്ച് അവിടേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഈ നിരണം, തിരുവല്ല ഭാഗങ്ങളിലുള്ള വിവിധ ക്യാമ്പുകളിലേക്ക് എത്തിക്കുകയാണ്. നിരണത്തിപ്പോൾ നമ്മളൊരു ക്യാമ്പിൽ ചെന്നപ്പോൾ, സ്കൂളിൽ ചെന്നപ്പം ക്യാമ്പിൽ വരെ വെള്ളം കയറിയ അവസ്ഥയാണ്. നമ്മൾ വെള്ളത്തെ ഭയന്ന് വീട്ടിലേക്ക് വരുന്നു, വെള്ളത്തെ ഭയന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ക്യാമ്പിലെത്തുമ്പോൾ ക്യാമ്പിലും ഇതേ സ്ഥിതി, വെള്ളം കയറുന്ന സ്ഥിതി. എന്നാൽ പോലും അവിടെ അവർക്ക് വസിക്കാനുള്ള ഒരു ചെറിയ സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ അവരവിടെ കഴിയുകയാണ്. അവർക്കുള്ള സാധനങ്ങൾ എത്തിക്കുകയാണ്. ഇപ്പം ഈ ലോറിയിൽ അവർക്കുള്ള സാധനങ്ങൾ എത്തിക്കാനായിട്ട് കൂടെയുള്ള ചേട്ടന്മാരും നമ്മളോടൊപ്പം ഉണ്ട്. ഈ ചേട്ടന്മാരെന്ന് പറയുന്നത് ആലപ്പുഴയിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിലെത്തിയ മത്സ്യത്തൊഴിലാളികളാണ്. ഇവരാണ് ഇപ്പോൾ ഈ ലോറിയിൽ കയറി ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ ആ ചേട്ടന്മാരോട് കൂടെ നമുക്കൊന്ന് സംസാരിക്കാം. ചേട്ടാ, ഈ രക്ഷാപ്രവർത്തനം നടത്താൻ ബോട്ട് തന്നെ വേണമെന്നൊന്നും ഇല്ലല്ലേ? ഇല്ലില്ല, നമ്മളിപ്പോൾ വണ്ടിയിലല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത് തലശ്ശേരി പറഞ്ഞത് നിങ്ങൾ ഒന്ന് വന്ന് ഞങ്ങളൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ബോട്ട് കളഞ്ഞിട്ട് വരികയായിരുന്നു. ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ അരിയും സാധനങ്ങളൊക്കെ ഓരോ ഇതിലോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അരി, സാധനം, പച്ചക്കറികൾ എല്ലാം ക്യാമ്പുകളിൽ കൊടുത്തോണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെ നിന്നുള്ളവർ? ഞങ്ങൾ ആലപ്പുഴ കള്ളിക്കാട് എന്ന് പറയും, ആറാട്ടുപുഴ കള്ളിക്കാട്. അവിടെ മത്സ്യബന്ധന തൊഴിലാളികളാണ്? അതെ അതെ. അപ്പോൾ അവിടുന്ന് രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഇവിടേക്ക്? അതെ അതെ. ഞങ്ങളിപ്പോൾ വന്നിട്ട് 5 ദിവസമായി. ദിവസമാണ്. ഞങ്ങൾ 1-ാം തീയതി വന്നതാണ് ഇവിടെ. ഇപ്പോൾ 5-ാമത്തെ ദിവസം. നിങ്ങൾ ഈ താമസിക്കുന്നത് നിങ്ങൾക്ക് സൗകര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? ഇവിടെ താമസിക്കാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഭക്ഷണവും സാധനങ്ങളും എല്ലാം അവർ തരും. തിരുവല്ല നിരണത്താണ് ഈ പറയുന്ന കൂട്ട് 3 ചേട്ടന്മാരാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. ഈ 3ാമത്തെ ചേട്ടനോട് കൂടെ സംസാരിക്കാം. ചേട്ടാ, ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുമ്പം ബോട്ടും കൊണ്ട് വന്നു, പക്ഷേ നമ്മൾ മറ്റ് പ്രവർത്തനങ്ങളും ചെയ്യുമല്ലേ? ചെയ്യും. അവരെന്ത് പറയുന്നു അത് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ കടലിന്റെ മക്കൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഇവിടെ വന്ന് ബോട്ടും കൊണ്ട് വന്നവരാണ്. പക്ഷേ ബോട്ട് ഇപ്പം നിലവിൽ ബോട്ട് ഇറക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ലായിരുന്നു. അപ്പോഴാണ് തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഇത്തരത്തിൽ നിങ്ങൾ കൂടെ വന്ന് സഹായിക്കണമെന്ന്. അന്നേരം തന്നെ അവർ അവരുടെ കൂടെ എത്തി. ഇപ്പം ഈ കണ്ടില്ലേ, ഈ ലോറിയുടെ ഏകദേശം കാൽഭാഗത്തോളം വെള്ളമാണ്. ആ വെള്ളത്തിലൂടെയാണ് നമ്മളിങ്ങനെ ലോറിയിൽ സഞ്ചരിച്ച് വിവിധ ഭാഗങ്ങളിൽ ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ യാത്രയിൽ ഇവരോടൊപ്പം പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് ഇവരെ ഈ താമസിക്കുന്ന ആളുകളെ റെസ്ക്യൂ ചെയ്തുകൊണ്ട് വരാനല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് നമ്മൾ കൂടെ പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. അതൊക്കെ ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മൾ ഇവരുടെ കൂടെ പോകുന്നത്. കൃത്യമായിട്ട് ക്യാമ്പുകളിലും അതുപോലെ തന്നെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ ഭക്ഷണ സാധനങ്ങൾ, അവശ്യ വസ്തുക്കൾ, മരുന്നുകൾ ഒക്കെ എത്തുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയിൽ തഹസിൽദാരുണ്ട്, തിരുവല്ല MLA ഉണ്ട്. അവർക്കൊപ്പമാണ് നമ്മളും ഇത്തരത്തിൽ സാഹചര്യങ്ങൾ വിലയിരുത്താനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ നേരിട്ട് കണ്ട് നമ്മൾ ഉറപ്പുവരുത്തുകയാണ് അവർക്ക് കൃത്യമായ ഭക്ഷണം അല്ലെങ്കിൽ കൃത്യമായ അവശ്യ വസ്തുക്കൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. അത്രമേൽ സാഹചര്യം കഷ്ടമാണ്. ഇപ്പോൾ കണ്ണൻ നായർ സൂചിപ്പിച്ചതുപോലെ തന്നെ 5-ാമത്തെ ദിവസമായി. 5-ാമത്തെ ദിവസവും ഈ പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നില്ല. ഈ പ്രദേശത്തൊക്കെ ഭൂരിഭാഗം വീടുകളിലും വെള്ളം കയറി കിടക്കുകയാണ്. റോഡുകളിൽ വെള്ളമാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഇതുപോലുള്ള വലിയ വണ്ടികളും കാര്യങ്ങളുമേ പോകത്തുള്ളൂ. കാരണം ഇതിലൂടെ നമുക്ക് പെട്ടെന്ന് ബോട്ട് ഓടിക്കാൻ പറ്റത്തില്ല. ചെറിയ സ്ഥലങ്ങളിൽ വെള്ളമുണ്ട്, എന്നാൽ കുറച്ച് ഭാഗങ്ങളിൽ വെള്ളം കയറിയിട്ടില്ല. ഇപ്പം നമ്മൾ പോകുന്ന റോഡ് ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് കയറി വീണ്ടും റോഡിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് അവിടെ ബോട്ട് ഓടിക്കുന്നതിനും പരിമിതികളുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഇതുപോലുള്ള വലിയ വണ്ടികളും ഒക്കെ ഉപയോഗിച്ച് വേണം ഇവിടെയൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാൻ. ശരി നിതിൻ, എന്തായാലും